ലളിതമായൊരു ജീവിതമാണത് ക്രിസ്മസ്. ഇപ്പം നേരെ തിരിച്ചാണ്. ഈ ഇടയ്ക്കൊരു പള്ളിയിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കി. 4 ലക്ഷം രൂപയാണ് പുൽക്കൂടിൻ്റെ ചെലവ്. 4 ലക്ഷം രൂപ. ക്യാൻ യു ബിലീവ് ഇറ്റ്? അപ്പോൾ ക്രിസ്തു എവിടെ? പശുത്തൊട്ടി എവിടെ? നമ്മുടെ ആഘോഷങ്ങൾ അവിടെ നിൽക്കുന്നു. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ വിപ്ലവം എന്ന് തോന്നുന്ന യേശുവിൻ്റെ പ്രവൃത്തിയോ എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും എപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? ക്രോസ്. ക്രോസിലെല്ലാം തീരും. ബാക്കി ഓഫ് കോഴ്സ് കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ. ക്രോസിനെ കവിഞ്ഞ് ഇല്ല. ഭയങ്കര ഇമോഷണലായി ഫാദർ. ഐ ഹാവ് എ ഗാഡ് ഹു ഈസ് ഓൾവേസ് വിത്ത് ഇമ്മാനുവേൽ. ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് അതാണല്ലോ, കൂടെയുണ്ട്. ഈ ഫ്രെയിം വർക്കിനകത്ത് ഒരുപാട് ഫ്രീഡം തന്നതാണ് ക്രൈസ്റ്റ്. പാപമില്ലാത്തവർ കല്ലെറിയട്ടെ, അതിനേക്കാൾ വലിയ ജഡ്ജ്മെന്റ് എന്താണ് അല്ലേ? എല്ലാ ടൈപ്പും ഇടയ്ക്കിരിക്കുന്നു പേട്രിയാർക്ക് സപ്പോർട്ട് ചെയ്യണോ ബൈബിൾ എന്ന് തോന്നും. പിന്നെ താഴോട്ട് വയ്ക്കുമ്പോൾ ഇത് അങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പോൾ ഇതിനൊരു എന്താ നമ്മൾ വ്യാഖ്യാനിക്കുന്നതിൽ വരുന്ന വ്യത്യാസമാണ്. അതോ ഇസ് ഇറ്റ് റിയലി സപ്പോർട്ടിങ് പേട്രിയാർക്കി? ബൈബിൾ ആദ്യം മുതൽ വായിക്കുമ്പോൾ ഈ പറഞ്ഞ കൃത്യമായൊരു പേട്രിയാർക്കി ഉണ്ട് അതിനകത്ത്. ഇത് എഴുതിയ തരാം, പുരുഷന്മാരാണ് എഴുതിയത് അല്ലേ? അപ്പോൾ അവരെഴുതുമ്പോൾ അവരെ ന്യായീകരിച്ചല്ലേ എഴുതും. അതിലെല്ലാം ഉണ്ട്. ഈ മനുഷ്യനെ ദൈവമായിട്ട് സങ്കല്പിക്കുന്നൊരു അത് എനിക്ക് എന്താ തോന്നിയ ഒരു ആസ് എ യങ് പേഴ്സൺ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ? ക്ഷീരാരാധന കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന സിനിമാ നടന്മാരെയും പൊളിറ്റീഷ്യൻസിനെയും വരെ ആരാധിക്കുന്നു. അത് പോകുമ്പോൾ പിന്നെ പോയില്ലേ, ക്രൈസ്റ്റ് പോയില്ലേ. എല്ലാവരെയും സ്വീകരിക്കാനും അംഗീകരിക്കാനും പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ പേരിൽ വിലക്കുകൾ കൽപ്പിക്കുന്നതാണ് ഇപ്പോൾ മതത്തിൻ്റെ ഒരു പ്രധാന ജോലി. അത് ഏത് മതമായാലും. ഒരുപാട് ഫാമിലീസിൻ്റെ പ്രശ്നം അതെന്നറിയാമോ? ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരുമിച്ചിരിക്കുന്നില്ല, പ്രശ്നങ്ങൾ പറയുന്നില്ല, പ്രശ്നങ്ങൾ വേറെ ആരോട് പറയുന്നു, അവിടുന്ന് ഉത്തരം കിട്ടുന്നു. പിന്നെ പുതിയ ആളും കൂടെ വന്നിട്ടുണ്ടല്ലോ, ചാറ്റ്. അതുകൂടെ വന്നപ്പോൾ പുള്ളിക്കാരൻ പറയും എന്ത് ചെയ്യണം, സി ഐ ഹാവ് എ പ്രോബ്ലം ചോദിക്കുന്നു, പുള്ളി മറുപടി പറയുന്നു, ആ പൈസ കൊടുക്കാത്ത തെറപ്പിസ്റ്റാണ് ഫ്രീ ആയിട്ട്. ഇന്നത്തെ ക്രിസ്മസ് എപ്പിസോഡിൽ വളരെ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റാണ് ഇൻഫാൻ എൻ്റർടൈൻമെൻറ്റിൽ നിങ്ങളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. കാരക്കോണം ഡോക്ടർ സോമൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജിലെ ചാപ്ലിയൻസി വിഭാഗത്തിലെ ഹെഡായ റെവറൻറ്റ് AR സുശീൽ, അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ഫാദർ വെൽക്കം. ഫാദർ, ഇപ്പോൾ ക്രിസ്മസ് ആണല്ലോ. ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു റെലവൻസ് ജാതി മതഭേദമന്യേ നമ്മളെല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടാടുന്ന ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എത്രത്തോളം ഉണ്ട്? ശരിക്കും ക്രിസ്മസ് ഒരു സംഭവം മാത്രമല്ല, ക്രിസ്മസ് ഒരു തുടർന്നു വരുന്നൊരു പ്രക്രിയയാണ്. അതായത് ആദ്യത്തെ ക്രിസ്മസിലേക്ക് ഒന്ന് പോയാൽ അവിടെ നിങ്ങൾക്ക് കാണാം ആട്ടിടയന്മാർ വന്നു, വിദ്വാൻമാർ വന്നു, യേശുവിൻ്റെ അമ്മ മറിയ, പിതാവ് ജോസഫ്, അങ്ങനെ കുറേയേറെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ട്. അവിടെ പ്രത്യക്ഷമായ കുറേ പേർ, അപ്രത്യക്ഷമായ കുറേ പേരുണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇതിനകത്ത് എങ്ങനെയോ വന്ന് ഇതിൻ്റെ ഭാഗമായി. അതുതന്നെയാണ് ക്രിസ്മസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ജീവിതത്തിലെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. ഇടയന്മാരുണ്ട്, വളരെ ടോപ്പായ വിദ്വാൻമാരുണ്ട്, സാധാരണ എല്ലാവരെയും കൂടെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളെല്ലാം. അതിനകത്ത് ജാതിയോ മതമോ വിദ്യാഭ്യാസ ഉയർച്ചയോ താഴ്ചയോ സാമ്പത്തികമായ ഉയർച്ചയോ അതൊന്നും അവിടെ വിഷയമല്ല, എല്ലാവരും അതിനകത്തുണ്ട്. അപ്പോൾ ഇന്നും അത് പ്രസക്തമാണ്. ഈ ക്രിസ്മസിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ്, യഥാർത്ഥ ദിവസം തന്നെയല്ല നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കുറേ വിഭാഗക്കാരത് ആ ഒരു ദിവസം കൊണ്ടാടുന്നില്ല, കാരണം ആ ഒരു ദിവസത്തിന് റെലവൻസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ഈ വളരെ കാലം ആഘോഷിച്ചിരുന്നില്ല. പക്ഷെ സാവധാനം ഈ ക്രിസ്തീയ വിശ്വാസം വളർന്നപ്പോൾ പല രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ ആ രാജ്യങ്ങളിൽ വ്യാപിച്ച കൂട്ടത്തിൽ ഗ്രീസിലുമൊക്കെ അത് എത്തി. അവിടെ ഒരു സൂര്യദേവൻ്റെ ഉത്സവം ഉണ്ടായിരുന്നു, അതാണ് ഡിസംബർ 25. അപ്പോൾ സൂര്യദേവൻ്റെ ഉത്സവം കാലക്രമേണ ഇങ്ങനെ ശുഷ്കിച്ചു വന്നു. അന്നേരം നീതി സൂര്യനായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ തീയതി ആ 25 മാറ്റിയതാണ്.
അങ്ങനെയാണ് ഈ ക്രിസ്മസ് ആ ദിവസത്തിലേക്ക് വന്നത്. കാരണം അല്ലാതെ ജനുവരി 6-ാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുന്ന സഭകളുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ യേശു ജനിച്ച ഡേറ്റ് എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ബട്ട് വി സെലിബ്രേറ്റ്. എല്ലാവരും ഒത്തുകൂടലാണ്, സന്തോഷം. ഓക്കെ, ഈ സാന്റാക്ലോസിന്റെ റെലവൻസ് എന്താ? ഞാൻ എവിടെയോ വായിച്ചു, ഒരു ബിഷപ്പായിരുന്നു, യഥാർത്ഥത്തിൽ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് സാന്റാക്ലോസ് എന്നൊരു ഇത് ഉണ്ടായെന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. ഈ സാന്റാക്ലോസും ക്രിസ്മസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുള്ളി ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സാന്റാക്ലോസ് ആരാണ്? സാന്റാക്ലോസ് ഒരു ജോക്കറാണ്. മലയാളത്തിൽ തന്നെ കുറെ കൂടെ വേറെ പദമുണ്ട്, ഞാനത് പറയുന്നില്ല. ഇത് സെൻറ്റ് നിക്കോളാസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ. അദ്ദേഹം വളരെ വിശുദ്ധനായിരുന്നു, ദാനധർമ്മിയായിരുന്നു. കുട്ടികളോട് എല്ലാവരോടും ഈ സഹായം ചെയ്യുന്നതിലൊരു പ്രത്യേക താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്ന കേട്ട് പോകുന്ന വഴിക്ക് ആ പ്രാർത്ഥനയുടെ മറുപടി എന്നോണം കുറേ സമ്മാനങ്ങളും സാമ്പത്തിക സഹായമൊക്കെ ചെയ്തിരുന്നു. കാലക്രമേണ ഇദ്ദേഹം സാവധാനം ക്രിസ്മസിലേക്ക് വന്നതാണ്. ക്രിസ്മസുമായിട്ട് ഈ ചങ്ങാതിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ അത് വന്നപ്പോഴേക്കും പിന്നെ അത് ശരിക്കും ഇപ്പോൾ സാന്റാക്ലോസ് അല്ലെ ക്രിസ്മസ് ഫാദർ ക്രിസ്മസ് ഫാദർ അല്ല, അത് ഫാദർ ക്രിസ്മസ് ആണ്. ഇപ്പോൾ അതും മാറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ആ ചങ്ങാതി വന്നതോടുകൂടെ ക്രിസ്മസ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ക്രിസ്മസ് ഫാദർ. അതിൻ്റെ ഭാഗമായി മാറിയതാണ്. ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് കാർഡ്, ഇതൊന്നും ക്രിസ്മസായിട്ട് ബന്ധമുള്ളതല്ല. പക്ഷേ ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇതെല്ലാം കൂടിച്ചേർന്നതാണ്. അവസാനം ഇപ്പോൾ എന്താണ്, ഒരു ജോക്കർ വന്നിങ്ങനെ കുറേ ഈ ജന്നി ബാധിച്ച് കിടന്ന് തുള്ളുന്നു. അതാണ് ക്രിസ്മസ് എന്ന് ആൾക്കാരിങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു സന്തോഷം, ക്രിസ്മസ് പാപ്പ സെലിബ്രേഷൻ, അത്രേ ഉള്ളൂ. ഈ ക്രിസ്മസ് എന്ന വാക്കിന്റെ ഒരു പൊരുൾ എന്താണ്? ക്രൈസ്റ്റ് മാസ് ആണ് ക്രിസ്മസ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നൂറ്റാണ്ടുകളോളം ക്രിസ്മസ് ആഘോഷിച്ചിരുന്നില്ല. പിന്നെ അത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ അന്നത്തെ സഭ അതൊരു മാസ് കമ്മ്യൂണിയൻ, ഹോളി കമ്മ്യൂണിയൻ നടത്തുന്ന ഒരു ദിവസമായിട്ട് മാറ്റി. അതാണ് ക്രൈസ്റ്റ് മാസ് ആണ് ക്രിസ്മസ്. കർത്താവിൻ്റെ പേരിലുള്ള തിരുവത്താഴം. അത് പിന്നീട് സഭയുടെ ഒരു ഭാഗമായി. പിന്നെ വളരെ കാലം അങ്ങനെ ഒരു ആഘോഷമേ ഉണ്ടായിരുന്നില്ല, വെറും ഒരു മാസ് മാത്രമായിരുന്നു. പിന്നെ അത് പറഞ്ഞ പോലെ കമേഴ്ഷ്യലൈസേഷനായി, കച്ചവടവൽക്കരിക്കപ്പെട്ടു. അങ്ങനെ ധാരാളം ആഘോഷങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ശരിക്കും വന്ന അന്ന് ദിവസം ഒരു മാസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എൻ്റെ കുറച്ച് ഡൗട്ട്സിലേക്ക് വരാം. എൻ്റെ പപ്പ ന്യൂ ബോൺ ബാപ്റ്റിസ്റ്റിലെ പാസ്റ്റർ ആയിരുന്നു. പുള്ളി മരിച്ചു, ഞാൻ 10th ആയിരുന്നപ്പോൾ മരിച്ചു. അപ്പം ചെറുതിലേ തൊട്ടേ ഒരു എന്താ പറയുക, ബൈബിളിലെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നാണ് വളർന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ കുറേ അധികം സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. അപ്പം അങ്ങനെ ഒരു കോൺവെർസേഷനാണ് ഫെയ്ത്ത്, വിശ്വാസം, ദൈനംദിന ജീവിതത്തിലുള്ള വിശ്വാസം, ഫ്യൂച്ചർ, മരണപ്പെട്ട ശേഷം നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് പോകും, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ ഒരാളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസം. പക്ഷെ അതേ സ്ഥാനത്ത് സയൻസ് ഇവോൾവ് ആവുന്നു, ലോജിക്, മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഇതിൽ എനിക്കും ഒരു കോൺട്രഡിക്ഷൻ എപ്പോഴും ഫീൽ ചെയ്യും. ചില സമയം ഡൗട്ട് ചെയ്യും, ശരിക്കും ഉണ്ടോ ഇതൊക്കെ? പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായ ചില സിറ്റുവേഷൻസിൽ ദൈവം കാത്തതുപോലെ തോന്നും. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ എപ്പോഴും ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഫെയ്ത്ത് വേഴ്സസ് ലോജിക് ഉണ്ട്. അച്ഛന് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? എന്താണ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ ഈ ഒരു ഡൗട്ടിന് കൊടുക്കാനുള്ള ഒരു മറുപടി? അതിനൊരു 100% കൃത്യമായ ഉത്തരം കൊടുക്കാൻ കഴിയില്ല. ഓക്കെ. കാരണം മനസ്സ്, ശരീരം, ബുദ്ധി, ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്തുവാണ്? ബുദ്ധിയാണോ മനസ്സാണോ? മനസ്സെന്ന് പറയുന്നത് നമ്മുടെ എവിടെയാന്ന് ചോദിച്ചാൽ ഇല്ല, ഇറ്റ്സ് എ ടോട്ടൽ ബിഹേവിയർ. അതാണ് ശരിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മനസ്സിനെ കുറിച്ചുള്ള നിർവചനം അങ്ങനെയാണ്. ശരിക്കും ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്തുവാ? നമ്മുടെ തലച്ചോറാണ് അല്ലേ? അതിനകത്താണ് ഈ പറഞ്ഞ മനസ്സിൻ്റെ ഒരു സങ്കല്പമൊക്കെ, മനുഷ്യൻ്റെ സ്വഭാവം, പെരുമാറ്റം, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ്. പക്ഷെ അതിനകത്ത് വേറൊരു വശം കൂടെ ഉണ്ട്. തലച്ചോറ് 2 വശമുള്ളതെന്ന് അറിയാമല്ല. ഒരു വശത്ത് എല്ലാം വളരെ ഇൻ്റലക്ച്വലായിട്ട്, ലോജിക്കലായിട്ട്, മാത്തമാറ്റിക്സ് എല്ലാം കൂടെ. മറുവശത്ത് ആർട്സ്, ഇമോഷൻസ്,
രണ്ടും കൂടെ ഇല്ലാതെ മനുഷ്യരാവില്ല. റൈറ്റ്? രണ്ടും കൂടെ ചേരുമ്പോഴേ മനുഷ്യരാവുള്ളൂ. ഈ ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായ ലോജിക്കലായ കാര്യങ്ങൾ മാത്രമാണെങ്കിൽ അയാൾക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഐക്യു ഈക്യു എന്നൊക്കെ പറയുന്നത്. ചിലർക്ക് ഐക്യു വളരെ ടോപ്പായിരിക്കും, പക്ഷേ ഈക്യു ലോ ആയിരിക്കും. രണ്ടും കൂടെ ബാലൻസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു മനുഷ്യനാകുന്നത്. അപ്പോൾ ഫെയ്ത്തിന് എന്താണ് റെലവൻസ് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വൈകാരികമായൊരു വശവും ബുദ്ധിപരമായ വശവും തമ്മിലിങ്ങനെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഫെയ്ത്ത്. അങ്ങനെയാണ് ഈ ഫെയ്ത്തിന് റിലവൻസ് ഉണ്ടാകുന്നത്. കാരണം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ someone is there, കൂടെ ഉണ്ട്. സി ലോൺലിനെസ് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇഫ് ഐ എം ലെഫ്റ്റ് അലോൺ, എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും? അല്ലേ? വല്ലാത്തൊരു സമാധാനം. ആരുണ്ട്? സി അങ്ങനെ ഉള്ളപ്പോൾ ഐ ഹാവ് എ ഗാഡ് ഹു ഈസ് ഓൾവേസ് വിത്ത് ഇമ്മാനുവേൽ. ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് അതാണല്ലോ, കൂടെ ഉണ്ട്. അത് ഈ പറഞ്ഞ രണ്ട് കാര്യത്തെ നോക്കിങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതൊരു ഭയങ്കര ശക്തിയാണ്. ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ആ വിശ്വാസം. എന്നെ സംബന്ധിച്ച് ദൈവം ഉള്ളത് കൊണ്ടാണ് ആ വിശ്വാസം എനിക്കുള്ളത്. ഇഫ് ദർ ഇസ് നോ ഗോഡ് ഐ വിൽ ഹാവ് നോ ഫെയ്ത്ത്. അത്രയ്ക്ക് സ്ട്രോങ് ആയ ഒരു എന്തുവാ ട്രസ്റ്റാണ് ഫെയ്ത്ത്. അത് ശരിക്കും പ്രതിസന്ധികൾ വന്നാലും ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് ഒരാളുണ്ട്, കൂടെയുണ്ട് എന്നൊരു ഒരു എനർജി ഉണ്ടല്ലോ, ഒരു പോസിറ്റീവ് എനർജി. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ആൻസർ ഫാദർ. എനിക്കുള്ള മറ്റൊരു കാര്യമാണ്, ചെറുതിൽ തൊട്ട് പറഞ്ഞെന്ന് വളർത്തുന്നത് ബൈബിളിൽ കുറേ കമാൻഡ്മെന്റ്സ് ഉണ്ടല്ലോ, അതുപോലെ ചിന്തയിൽ പോലും പാപം അരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അച്ഛനും അമ്മയും ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ മൈൻഡ് അതിലങ്ങ് പ്രോസസ്ഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു തോട്ട്ഫുൾ ആയിട്ട് പോലും സിൻഫുൾ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചാൽ മൈൻഡ് അതിന് അയ്യോ തെറ്റാണോ. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ജനിച്ച് വളർന്നിട്ട് ഇപ്പോഴത്തെ ഒരു രീതികളുമായിട്ട് മുന്നോട്ട് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഞാൻ ഓവർ ജഡ്ജ്മെൻറ്റിലാവും, സെൽഫ് ജഡ്ജ്മെൻറ്റിലാവും, എല്ലാം അളന്ന് തൂക്കി ജീവിക്കുന്ന ഒരു പ്രവണതയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് പറയും നിനക്കെന്താ വയ്യ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എനിക്കത് പലപ്പോഴും അനാവശ്യമായിട്ടും തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മൊറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ബാക്കിയുള്ളവരെ ഹനിക്കാതിരിക്കാനും ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ വേ. അപ്പോൾ ആ ഒരു കോൺട്രഡിക്ഷനെ ഫാദർ എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു പഴയ നിയമത്തിലേക്ക് പോകേണ്ടി വരും. കാരണം ഈ 10 കൽപ്പനയുണ്ട്, അതിനകത്ത് 8 അരുതുകളാണ്. ഇതാണ് ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ ബേസ്. അതുകൊണ്ട് എന്ത് ചെയ്യാം എന്ന് പറയുന്നതിനേക്കാൾ എന്ത് ചെയ്യരുത് എന്ന് പറയാനാണ് മനുഷ്യർ പൊതുവെ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ പാപപുണ്യങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി പോലും നഷ്ടപ്പെടുത്തുകയാണ്. അല്ലേ? ഞാൻ ചെയ്യുന്ന പാപമാണെന്ന് ചിന്തിച്ചിട്ട് പുറകിലേക്ക് പിന്മാറുന്നതിനേക്കാൾ കൂടുതൽ എനിക്കുള്ള ക്രിയേറ്റിവിറ്റി പോലും അത് അരുതാണ്. ഞാൻ ഇങ്ങനെ നിൽക്കാവൂ ഒരു ഫ്രെയിം വർക്കിനകത്ത്. ഈ ഫ്രെയിം വർക്കിനകത്ത് ഒരുപാട് ഫ്രീഡം തന്നതാണ് ക്രൈസ്റ്റ്. പാപമില്ലാത്തവർ കല്ലെറിയട്ടെ, അതിനേക്കാൾ വലിയ ജഡ്ജ്മെൻ്റ് എന്താണ്? അല്ലേ? അപ്പോൾ ആ ഈ പാപപുണ്യങ്ങളെക്കാൾ കൂടുതൽ അതിനകത്തുള്ളൊരു ഒരു ക്രിയേറ്റിവിറ്റി, അതിൻ്റെ ഒരു പുതുമ, അതിൻ്റെ ഒരു സന്തോഷം ഒക്കെ അംഗീകരിക്കാൻ, അതൊക്കെ സ്വീകരിക്കാൻ കഴിയണം. ഈ എല്ലാ വിലക്കുകളും, ഈ വിലക്കുകൾ കൂടിയെടുത്താണ് വിലക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നത്. അല്ലേ? വിലക്കുകൾ അധികം ഇല്ലെങ്കിൽ പിന്നെ അവരങ്ങ് സന്തോഷമായിട്ട് ജീവിക്കും. പിന്നെ അതിൻ്റെ ഒരു വലിയ പ്രശ്നം അത് കുറ്റബോധമാണ്. ഈ കുറ്റബോധത്തിൽ നീറുന്നത് എത്രയോ ആളുകളുണ്ട് ഈ പറഞ്ഞ വിലക്കുകൾ കാരണം, പാപപുണ്യങ്ങൾ കാരണം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. യു ആർ ഫ്രീ. പാപം ചെയ്ത് വന്ന ആളിനെ കല്ലെറിയാൻ വന്നപ്പോൾ നീ പോ, സന്തോഷമായിട്ട് പൊക്കോ, ഇനി പാപം ചെയ്തത്. ഫ്രീഡമാണ് കൊടുത്തത്. പക്ഷെ നമ്മൾ പിന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. പക്ഷെ ആ റെസ്ട്രിക്ഷൻ ഇല്ലെന്ന് ചിന്തിച്ചാൽ മനുഷ്യൻ ഏത് പാപവും ചെയ്യില്ലേ? അല്ല, റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് ദോഷമായതെല്ലാം പാപമാണ്. വ്യക്തി ജീവിതത്തിൽ ദോഷമായതെല്ലാം പാപമാണ്. അപ്പം ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ജീവിക്കല്ല. ഞാനേ പറഞ്ഞ ഇതിനകത്ത് ഫ്രീഡം ഉണ്ട്. ദർ ഈസ് ഫ്രീഡം വിതിൻ ദിസ് ഫ്രെയിം.
അവിടെയാണ് ഒരു ആനന്ദം ഉണ്ടാകുന്നത്. അല്ലേ, കയറൂരി വിട്ടാൽ പിന്നെ എല്ലാം പോയില്ലേ, പിന്നെ ആർക്ക് എന്ത് ചെയ്യാൻ ഒരു ലൈസൻസായി അങ്ങനെ പോകുന്നതല്ല. ആ നിയന്ത്രണം ഉള്ളപ്പോൾ തന്നെ വി ഹാവ് ഫ്രീഡം. എന്താ, ഗ്രന്ഥങ്ങളിൽ വിശ്വാസമുള്ളവർക്ക് മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ചിലർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, അവർക്ക് തെറ്റായിട്ടൊന്നും തോന്നാറില്ല. അതുകൊണ്ടാണല്ലോ കൊലപാതകങ്ങളും കേസസും എല്ലാം ഉണ്ടാകുന്നത്. അതിപ്പോൾ അതിനകത്തൊരു അതീ പറഞ്ഞ മോറൽ വാല്യൂസിനൊന്നും ഒരു സ്ഥാനമില്ലാതെ വരുമ്പോഴാണ് അത് വരുന്നത്. പിന്നെ എൻ്റെ ഇഷ്ടം, എൻ്റെ ആനന്ദമാണ് ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി, ജീവിക്കുക. മറ്റേ ആളിന് എന്ത് ബുദ്ധിമുട്ടുണ്ടായ പ്രയാസമുണ്ടോ അതിൻ്റെ വിഷയമല്ല. അതാണ് ഞാൻ പറഞ്ഞ പാപം എന്ന് ഞാൻ പറഞ്ഞു. അവരെയും കൂടെ കരുതുമ്പോൾ ഞാൻ അറിയാതെ എനിക്ക് ചില നിയന്ത്രണങ്ങൾ ഞാൻ തന്നെ വരുത്തും. അതാണ് ആനന്ദം. അവിടെയാണ് എനിക്ക് ഫ്രീഡം ഉണ്ടാകും. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഗ്രന്ഥങ്ങളെല്ലാം പേട്രിയാർക്കി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്കിതിനെ പറ്റി അറിയാൻ കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ത്രീകൾക്ക് സഭയിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല, സ്ത്രീ പുരുഷന് കീഴെയാണ്, വി ഡു നോട്ട് ഹാവ് ദ റൈറ്റ് ടു എന്താ അവരെ ഓവർ പവർ ചെയ്ത് സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ല, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എനിക്ക് സെൽഫായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതൊന്ന് പറയാം, എന്താ അങ്ങനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് വിശദീകരിക്കാം, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, വിശദീകരിക്കാം. അതായത് ഇപ്പോൾ നാളെ ഞാൻ കല്യാണം കഴിക്കുന്നു, ഞാനും പാർട്ട്ണറും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ പാർട്ട്ണർ എന്നോട് ചെയ്യാൻ പറയുന്ന കാര്യം എനിക്കൊരു പക്ഷേ എൻ്റെ ബുദ്ധിക്കും ഞാൻ ജീവിച്ച രീതിക്കും അക്സെപ്റ്റബിൾ അല്ലാത്ത, അല്ലെങ്കിൽ എനിക്ക് തെറ്റായിട്ട് തന്നെ തോന്നുന്നു. അപ്പം ഐ വുഡ് സർട്ടൻലി ടെൽ ഹിം നോ. പക്ഷെ നമുക്ക് വി കാൻ സ്പീക്ക് അഗൈൻസ്റ്റ് ഹിം, അല്ലെങ്കിൽ സഭയിൽ പബ്ലിക്കായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന രീതിക്ക് ഒരുപാട് വാക്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഈയിടെ കുറച്ച് കാര്യങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടൊരു കാര്യമാണ്, കൊറിന്ത്യൻസിൽ തന്നെ പറയുന്നുണ്ട്, പോള് എന്താണ് പള്ളിയിൽ അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അതിൻ്റെ താഴോട്ടുള്ള വാക്യത്തിൽ എവിടെയോ പറയുന്നുണ്ട് സ്ത്രീകൾ അങ്ങനെ വന്ന് സംസാരിക്കുന്നതിന് അലൗ ചെയ്യുന്ന രീതിക്ക് പറയുന്നുണ്ട്. അതുപോലെ പുരുഷൻ സ്ത്രീക്ക് മുകളിലാണെന്ന് പറയുമ്പോൾ ഗോഡ് ഈസ് ആസ്കിങ് ഹിം ടു സാക്രിഫൈസ് ഹിംസെൽഫ് ഫോർ അസ്. ആൻഡ് സബ്മിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ മീൻ ചെയ്യുന്നത് ഒരു കോപ്പറേഷൻ ആണ് എന്ന രീതിക്കും ഞാൻ കണ്ടായിരുന്നു. കാരണം സബ്മിറ്റ് ടു വൺ സെൽഫ് എന്ന രീതിക്കും ഞാൻ വാക്യങ്ങൾ കണ്ടു. ആൻഡ് എന്താ, സ്ത്രീ പുരുഷൻ എന്നതില്ല, ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണെന്ന് കണ്ടു. അപ്പോൾ എനിക്കിതൊരു എല്ലാ ടൈപ്പും ഇടയ്ക്ക് എനിക്കൊന്നും പേട്രിയാർക്ക് സപ്പോർട്ട് ചെയ്യണോ ബൈബിൾ എന്ന് തോന്നും. പിന്നെ താഴോട്ട് വയ്ക്കുമ്പോൾ ഇത് അങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പോൾ ഇതിനൊരു എന്താ, നമ്മൾ വ്യാഖ്യാനിക്കുന്നതിൽ വരുന്ന വ്യത്യാസമാണ്. അതോ ഇസ് ഇറ്റ് റിയലി സപ്പോർട്ടിങ് പേട്രിയാർക്കി? ബൈബിൾ ആദ്യം മുതൽ വായിക്കുമ്പോൾ ഈ പറഞ്ഞ കൃത്യമായൊരു പേട്രിയാർക്കി ഉണ്ട് അതിനകത്ത്. ഉണ്ട്, വളരെ കൃത്യമായി എഴുതിയതാരാ? ഇത് എഴുതിയതാരാ? പുരുഷന്മാരാണ് എഴുതിയത് അല്ലേ? അപ്പോൾ അവരെഴുതുമ്പോൾ അവരെ ന്യായീകരിച്ചല്ലേ എഴുതും. അതിലെല്ലാം ഉണ്ട്. പിന്നെ ഈ പൗലോസിൻ്റെയും കർത്താവിൻ്റെയും ഒരു അപ്രോച്ച് വ്യത്യാസമാണ്. പൗലോസാണ് സഭയിൽ സ്ത്രീകൾ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത്. അതേസമയം ആ കാലത്ത് സ്ത്രീകൾക്ക് ഇത്രയേറെ ഫ്രീഡം കൊടുത്ത വേറൊരാൾ ലോകത്തില്ല. ഇന്നത്തെ അല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ മിനിസ്ട്രിയിൽ കൂടെ അവരെ കൂട്ടിച്ചേർത്തു. പാപം കല്ലെറിയാൻ കൊണ്ടുവന്ന സ്ത്രീയെ നീ പോ അല്ലേ, കരഞ്ഞ്, അത് ബിഗ്ഗസ്റ്റ് ഫെമിനിസം ആണ്. അത് ഭയങ്കര ഒരു വിപ്ലവമാണത്. അപ്പോൾ ഈ പൗലോസ് ശരിക്കും കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. പൗലോസ് കല്യാണം കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ കുഴപ്പമാണ്. പക്ഷെ ക്രൈസ്റ്റ് ശരിക്കൊരു ഭയങ്കര ഒരു വിപ്ലവം അഴിച്ചുവിട്ട ആളാണ് അല്ലേ. ആ വിപ്ലവം ഇന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പൗലോസ് എഴുതിയപ്പോൾ പറഞ്ഞ് സഭയിൽ മിണ്ടാതിരിക്കണം. പക്ഷെ സഭയിൽ പിന്നെ കാലം കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് പ്രീസ്റ്റ് ആകാനുള്ള അവസരം ഉണ്ടായി, ബിഷപ്പ് ഉണ്ടായി അല്ലേ. ആ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. എന്നാലും ഇന്നും പൊതുവെ പറഞ്ഞാൽ നമ്മുടെ ഒരു സൊസൈറ്റി മുഴുവൻ ഒരു ആൺമേൽക്കോയ്മയുള്ള സമൂഹം തന്നെയാണ്. സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ പോയി, അവരുടെ കയ്യിലെ പോയില്ലേ, അധികാരം പോയില്ലേ. അപ്പം അത് പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം പിടിച്ചു വയ്ക്കും, അത്രേ ഉള്ളത്. കുറേ കാലം കൂടി സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങളായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ജീസസ് ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ അപ്പോൾ ബൈബിള് വോർ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് കുറേ അധികം കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഫറോയിൻ്റെ അന്നത്തെ ഇസ്രായേലായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ആദ്യം ജനിക്കുന്ന സന്തതികളെല്ലാം നശിപ്പിച്ച് കളയാൻ ദൈവം പറയുന്നുണ്ട്. അപ്പോൾ എന്താ, അതൊരു റെഫറൻസ് ആയിട്ട് എടുത്ത് വോർ എപ്പോഴും ബൈബിൾ എപ്പോഴും വോറിനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റുള്ള ഗ്രന്ഥങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഈ
ആദ്യം ജനിക്കുന്നവരെ കൊല്ലുക എന്ന് പറഞ്ഞ ഫറവോൻ്റെ കൽപ്പനയാണ്. തിരിച്ച് അതായത് ഈ ശരിക്കും പറഞ്ഞാൽ പഴയ നിയമം ഉൽപ്പത്തി മുതൽ മലാഖി വരെ അത് മുഴുവൻ എഴുതിയത് ഇസ്രായേൽ രാജ്യത്തുള്ളവരാണ്, അല്ലേ? അതൊരു ട്രൈബാണ്. ആ ട്രൈബ് എഴുതുമ്പോൾ ആ ട്രൈബിൻ്റെ ഒരു ഒരു ഐഡിയോളജി ഉണ്ട്, അവരുടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, അവരുടെ ചില കോൺസെപ്റ്റ്സ് ഉണ്ട്. അവരെല്ലാം അവരെ ന്യായീകരിച്ചല്ലേ എഴുതുള്ളൂ. ക്രൈസ്റ്റിൻ്റെ കാലത്ത് വന്നപ്പോഴാണ് അത് ബ്രേക്ക് ചെയ്തത്. ഈ ഫറോൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ജനിക്കുന്ന കുട്ടികളെയും തിരിച്ച് നശിപ്പിക്കുന്ന രീതിക്ക് ദൈവം പറഞ്ഞു എന്ന രീതിക്കൊരു പറയുന്നില്ല. അല്ലല്ല, അതാ പറഞ്ഞത്. എന്തിനാ അത് പറഞ്ഞ അങ്ങനെ? അതാ പറഞ്ഞത്. അവരുടെ ഒരു കോൺസെപ്റ്റിലുണ്ടല്ലോ, ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എഴുതുന്നതും വ്യാഖ്യാനിക്കുന്നതൊക്കെ ആരാ? മനുഷ്യരല്ലേ? അതിലൊന്ന് വിശകാണ്. അതാണ് കർത്താവ് ചോദ്യം ചെയ്തത്. അതിൽ വന്നത് പിന്നെ ട്രാൻസ്ലേഷൻ വന്നുകൊണ്ട് പിന്നെ യേശുവിൻ്റെ ജനന സമയത്ത് തന്നെ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കൊല്ലാൻ പറഞ്ഞില്ലേ? ആൺകുട്ടികളെയാണ് കൊല്ലാൻ പറഞ്ഞത്. ഇതെല്ലാം കുറേ കാര്യങ്ങൾ അതിനകത്ത് ബന്ധമുള്ളതാണ്. പക്ഷേ ശരിക്കും ബൈബിളിൻ്റെ ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ദൈവം പഴയ നിയമത്തിൽ യുദ്ധത്തിൻ്റെ ദൈവം, പുതിയ നിയമത്തിൽ സ്നേഹത്തിൻ്റെ ദൈവം, അങ്ങനൊരു ഒരു എന്തുവാ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യാഖ്യാനിക്കുന്നതെന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടാണ്. പഴയ നിയമത്തിൻ്റെ എത്രയോ സ്നേഹത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഉദാത്തമായ സ്നേഹത്തിന്. പക്ഷെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതാണ്. കാരണം എന്താണ്? ആ ട്രൈബിന് വേണ്ടിയാണ് എഴുതിയത്. ആ ട്രൈബ് നിലനിൽക്കണം, അവർക്ക് യുദ്ധം ചെയ്താലേ നിൽക്കാൻ പറ്റുള്ളൂ. ചെറിയ ട്രൈബാണ്, അപ്പോൾ അവർ അതിനനുസരിച്ച് എഴുതി. അതുകൊണ്ടാണ് ആ വ്യാഖ്യാനത്തിൽ ആ വ്യത്യാസം വന്നത്. എഴുത്തിലും വ്യാഖ്യാനത്തിലും ആ വ്യത്യാസം വന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു ദൈവമല്ല. അങ്ങനെയാണ് ദൈവം താഴെ വരില്ല. അന്തിമകാലം നമ്മളെല്ലാം ഭയക്കുന്ന ബിബ്ലിക്കലി നോക്കുമ്പോൾ അതിൽ ശരിക്കും പറഞ്ഞിരിക്കുന്ന ചേഞ്ചസ് ഒക്കെ ഇപ്പം നടന്നു തുടങ്ങിയെന്ന് പറയാൻ പറ്റുമോ? സിനിമകളിൽ പോലും ഇല്ലുമിനാണ്ടി റെഫറൻസുകൾ വരുന്നു, കണ്ണിൻ്റെ റെഫറൻസ്, അവസാന കാലത്തിൽ മുദ്ര നെറ്റിയിൽ പതിപ്പിച്ചാലേ കൊടുക്കൽ വാങ്ങൽ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പലയിടത്തും ഇപ്പോൾ ചിപ്സെറ്റ് കയറ്റി അത് ത്രൂ മാത്രം പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ചില സമയത്ത് ആലോചിക്കും, ഓവർലി നമ്മളിത് കൺസ്യൂം ചെയ്ത് അനാവശ്യമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതാണെന്ന്. ഫാദറിന് എന്താ തോന്നണേ? എന്നെ സംബന്ധിച്ച് ഇന്ന് സംഭവിച്ചാലും 100 വർഷം കഴിഞ്ഞ് സംഭവിച്ചാലും ഇറ്റ്സ് ജസ്റ്റ് എ കണ്ടിന്യൂവേഷൻ ഓഫ് മൈ ലൈഫ്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അതിനൊരു ഭീകരമായ ഒരു രൂപം ആയിട്ടല്ല ഞാൻ കാണുന്നത്. അതൊരു അക്സെപ്റ്റൻസിൻ്റെ സമയമായിട്ടാണ്. ഇത് കഴിഞ്ഞു, ഓക്കെ, അടുത്ത വേറൊരു ലൈഫിലേക്ക് ഞാൻ പ്രവേശിക്കും. ഇപ്പോൾ ഞാൻ എങ്ങനെ ഇരിക്കുന്നോ കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഐ വിൽ ബി വിത്ത് ഗോഡ്. എനിക്ക് ആ വിത്ത് ഗോഡ് അതാണ് ഈ പറഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ അതിനെക്കുറിച്ചല്ല പറയുന്ന ഒരു ഭയങ്കര എന്തോ മഹാസംഭവമായിട്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ലൈഫ് നന്നായിട്ട് ചെയ്യുക, ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് ദ റിവാർഡ്. അപ്പോൾ ഈ ആൻറ്റി ക്രൈസ്റ്റ് വർഷിപ്പ് ഉണ്ടെന്നും അതിനുവേണ്ടി പ്രത്യേക സഭകളുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഉള്ളതാണോ? ഉണ്ട്. സാത്താൻ ആരാധന വരെ അല്ലേ അതൊക്കെ നടക്കാറുണ്ട്. അതൊക്കെ അത് എല്ലാ കാലത്തും ഉണ്ട്, ഇപ്പോൾ മാത്രമല്ല. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ വ്യാപകമായി അതിനൊരു സ്വാധീനമുണ്ട്. ഈ പറഞ്ഞ ഈ മോറൽ വാല്യൂസ് വേണ്ട, അതിനെല്ലാം എഗൻസ്റ്റ് ആയിട്ടാണല്ലോ അവർ വരുന്നത്. പിന്നെ അങ്ങനെ പിന്നെ ആളുകളിങ്ങനെ വീരാരാധന കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ? വീരാരാധന എന്താണ്? ഈ മനുഷ്യരെ ദൈവമായിട്ട് സങ്കല്പിക്കുന്നൊരു, അത് എനിക്ക് എന്തോ ഒരു ആസ് എ യങ് പേഴ്സൺ കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ? വീരാരാധന കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന സിനിമാ നടന്മാരെയും പൊളിറ്റീഷ്യൻസിനെയും വരെ ആരാധിക്കുന്നു. അത് പോകുമ്പോൾ പിന്നെ പോയില്ലേ, ക്രൈസ്റ്റ് പോയില്ലേ. ദൈവത്തെ അല്ലാതെ ആ സ്ഥാനത്ത് വേറെ ആരും വേറെ ഒന്നും വരാൻ പാടില്ല. ഒന്ന് പോയാൽ ആൻറ്റി ക്രൈസ്റ്റ് തന്നെ. മതം എന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും മതം വേണോ അച്ഛാ? വേണ്ട, മതമല്ല വേണ്ടത്, ഒരു ഫെയ്ത്ത്. പിന്നെ ആ ഫെയ്ത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി മതം എന്നൊരു സംഭവം വേണമായിരിക്കും. പക്ഷേ മതത്തിൻ്റെ അമിതാഭിമുഖ്യമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം. മതം ഇങ്ങനെ അല്ലാതിരുന്നേ കുറെ കൂടെ ലോകം നന്നായിരുന്നേനെ. വിലക്കുകൾ അല്ലേ, എല്ലാവരെയും സ്വീകരിക്കാനും അംഗീകരിക്കാനും പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ പേരിൽ
വിലക്കുകൾ കൽപ്പിക്കുന്നതാണ് ഇപ്പോൾ മതത്തിൻ്റെ ഒരു പ്രധാന ജോലി. അത് ഏത് മതമായാലും ആ ഒരു സ്വാധീനം കൂടി വരുന്നു, വർഗീയത വർദ്ധിക്കുന്നു. അപ്പോൾ മനുഷ്യൻ വളരുകയാണോ തളരുകയാണ്? എൻ്റെ ഒരു ചിന്തയിൽ തളരുകയാണ്, ചെറുതാവുകയാണ്. വലിയ മനസ്സുണ്ടാകേണ്ട സ്ഥാനത്ത് ചെറിയ മനസ്സായി പോവുകയാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. മതം ഒരു സ്ട്രക്ചറാകുമ്പോഴാണ് ഇത് പറഞ്ഞ ആളുകളുടെ മനസ്സിൻ്റെ ചിന്തയെ വരെ അതിനൊരു ഭയങ്കരമായ നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരു സംവിധാനമായി മതം മാറുമ്പോഴാണ് എൻ്റെ വേഷം, എൻ്റെ ഭാഷ, എൻ്റെ ജീവിതശൈലി, ഇതൊന്നും എനിക്ക് ദർ ഇസ് നോ ഫ്രീഡം എന്ന് പറയുമ്പോഴാണ് അത് കറുപ്പാകുന്നത്. ഇല്ലെങ്കിൽ ഓക്കെ, അതെൻ്റെ ഒരു അഭിപ്രായമാണ്. എനിക്ക് എൻ്റെ ഫ്രീഡം ഉണ്ട്. ഈ സ്ട്രക്ചർ വന്നപ്പോഴാണ് ഈ കൂടുതൽ അത്. പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തെ ബാധിച്ചില്ലേ? ഭാരതത്തിൽ, ലോകത്തെല്ലായിടത്തും, ഈ അമേരിക്കയിൽ ഉൾപ്പെടെ ഇതാണ് തുറുപ്പുചീട്ട്. അത് വെച്ച് മുഴുവൻ കാര്യങ്ങളും ഒരു കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അത് കറുപ്പാകുന്നത്. അല്ലെങ്കിൽ ഓക്കെ, കോ എക്സിസ്റ്റന്റ് ഹാർമണി ആണെങ്കിൽ പ്രശ്നമില്ല. അതെ, ഫ്രീഡം ഉണ്ട്. ഇതങ്ങനെയല്ല, ദർ ഇസ് നോ ഫ്രീഡം. ഞാൻ ഇങ്ങനെ ചെയ്യണം, ഇത് പറയണം, ഇത് പറയാൻ പാടില്ല, ഈ വസ്ത്രം ഞാൻ ധരിക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് അതൊരു കറുപ്പായിട്ട് മാറും. ഇത് അച്ഛനോട് വളരെ പേഴ്സണലി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. LGBT കമ്മ്യൂണിറ്റിയെ ബിബ്ലിക്കലി ആക്ച്വലി സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. സോദോം ഗൊമോറ അത്രമാത്രം ദേഷ്യം വന്നിട്ടാണ് നശിപ്പിച്ച് കളഞ്ഞത്. പക്ഷെ ഞാൻ ആലോചിക്കുക, അവരായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പാത്തല്ലല്ലോ അത്. അവർക്ക് നോർമലി ഉള്ള ഓപ്പോസിറ്റ് ജെൻഡറിൽ ഒരാളെ സ്നേഹിക്കാനോ പ്രണയിക്കാനോ കല്യാണം കഴിക്കാനോ സാധിക്കുന്നില്ല. മറ്റൊരാളോട് സ്നേഹം തോന്നി അവരുടെ ഓറിയൻറ്റേഷൻ അങ്ങനെ ആയിപ്പോകുന്നത് എങ്ങനെ അവരുടെ തെറ്റാവും? അതും ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ അവർ ഈ ഭൂമുഖത്തേക്ക് ജനിക്കുന്നതെന്നൊക്കെയുള്ള ചിന്ത എനിക്ക് വരാറുണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും, ഞാൻ ആക്ച്വലി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കോൺട്രഡിക്ടറി ആയിട്ട് വൈ ഡസ് ബൈബിൾ കൺസിഡർ ഇറ്റ് ആസ് എ സിൻ എന്നൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. അച്ഛന് പേഴ്സണലി അത് സിന്നാണോ? അത് സിൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അതിനൊരു ഒരുപാട് അക്സെപ്റ്റൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ അവർക്കും ജീവിക്കാൻ സ്പേസ് വേണ്ടേ? അവർ മനുഷ്യരല്ലേ, ആ സ്പേസ് അവർക്ക് വേണം, അത് അവരുടെ അവകാശമാണ്. അത് ബാക്കിയുള്ളവർക്ക് മുഴുവൻ അങ്ങനെ ആയിരിക്കണമെന്ന് നിയന്ത്രിക്കാനൊന്നും അവർക്ക് അങ്ങനെ പറ്റൂല, കഴിയില്ല. എനിക്ക് എൻ്റെ കാര്യം, റബേക്കയ്ക്ക് റബയുടെ കാര്യം ചെയ്യാൻ ആ ഒരു ഫ്രീഡം കൊടുത്തിട്ട്, യെസ്, കോ എക്സിസ്റ്റൻസ് തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം. അവരും ജീവിക്കണം, അവർക്ക് സന്തോഷം ഉണ്ടാകണം. ഇതെല്ലാം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ചില പരിമിതികളുണ്ട്. അന്നത്തെ സമൂഹത്തിൽ, അന്നത്തെ സാഹചര്യത്തിൽ, ആ കോണ്ടെക്സ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളോടുള്ള പ്രതികരണമായിരുന്നു ബൈബിളിലെ എഴുത്തുകളെല്ലാം. യേശുവിൻ്റെ ജീവിതം അന്നത്തെ, ഞാൻ പറഞ്ഞില്ലേ, യേശു ഭയങ്കര വിപ്ലവം ചെയ്ത ഒരാളാണ്. അതേസമയം അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ആ ഒരു ബേസിസിൽ വേണം വ്യാഖ്യാനിക്കാൻ. അങ്ങനെയുള്ള ആളുകളെ അവർക്കും ഈ സ്നേഹം വേണ്ടേ? അവർക്കൊരു സ്വാതന്ത്ര്യം വേണ്ടേ? അവർ സന്തോഷിക്കണ്ടേ? അല്ലെ പിന്നെ ഞാൻ മാത്രം സന്തോഷിച്ച പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? അത് സ്വാർത്ഥതയല്ലേ? സ്വാർത്ഥതയ്ക്ക് അപ്പുറത്ത് പോയാൽ നോ പ്രോബ്ലം. എല്ലാവരും ഇത്രയും ബ്രോഡായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ദിസ് വേൾഡ് വുഡ് ഹാവ് ബീൻ എ മച്ച് ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ. ഓക്കെ, ഇപ്പോൾ അച്ഛൻ പറഞ്ഞില്ലേ വിപ്ലവം, യേശു ഒരുപാട് വിപ്ലവങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ബൈബിള് ഫുള്ള് വായിച്ച് അച്ഛന് കാണാപ്പാട് അറിയായിരിക്കുമല്ലോ. അതിൽ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ വിപ്ലവം എന്ന് തോന്നുന്ന യേശുവിൻ്റെ പ്രവൃത്തിയോ എന്തെങ്കിലും, നേരത്തെ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും എപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? ക്രോസ്. അതിനേക്കാൾ വലിയ വിപ്ലവം ഇല്ല. ഡൈയിങ് ഫോർ അതേഴ്സ്. സെൻസ്. അതിനപ്പുറത്തൊരു മെസ്സേജും ഇല്ല. ക്രോസിലെല്ലാം തീരും. ബാക്കി ഓഫ് കോഴ്സ് കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ, ക്രോസിനെ കവിഞ്ഞ് ഇല്ല. അവിടെയെല്ലാം സറണ്ടർ ചെയ്യും. ഭയങ്കര ഇമോഷണലായി ഫാദർ.
ശരി തന്നെയാണ്. നമ്മളാരും ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത്, സെൽഫിഷായിട്ട് ഓടുന്നത്. സ്വന്തം ജീവൻ വരെ ത്യജിക്കുക എന്ന് പറയുന്നത്. സോ ലവ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ കമാൻഡ്മെൻറ്റ്സ് ആണല്ലോ. തന്നെ പോലെ തൻ്റെ അയൽക്കാരെയും സ്നേഹിക്കുക, ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്ന ബൈബിളിൽ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും അങ്ങനെയാണോ നടക്കുന്നത്? നമ്മളെല്ലാവരും അവരവരുടെ നേട്ടങ്ങൾ, സെൽഫിഷ്നെസ്, എങ്ങനെ ഒരാളെ അടിച്ച് തറയിലിട്ടിട്ട് മുകളിൽ കയറാം, ഇങ്ങനെയുള്ള ചിന്താരീതിക്കാണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതൊക്കെ നമുക്ക് ക്രിസ്ത്യൻസ് ആയാൽ കൂടിയും ബൈബിളിൽ വിശ്വസിക്കുന്ന ആൾക്കാരായാൽ കൂടിയും നമുക്ക് ശരിക്കും ഇതൊക്കെ സഫലീകരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ക്രൈസ്റ്റ് ആകാൻ ആർക്കും കഴിയില്ല അല്ലേ? അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യൻസ് എങ്കിലും ആകാൻ ശ്രമിച്ചാൽ മതി, ക്രിസ്ത്യാനിയാകാൻ ശ്രമിച്ചാൽ മതി. അത് സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പക്ഷേ അതിനൊരു സോഷ്യൽ അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് പോസിബിൾ. അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. അങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണ് ലോകം ഇപ്പം നിലനിൽക്കുന്നത്. നമുക്കിവിടെ ഒരു ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇന്നലെ ഇന്നും ഇല്ല, എങ്കിലും മാസത്തിൽ എല്ലാ ദിവസവും, സൺഡേ ഒഴിച്ച് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാറുണ്ട്. ഈ ഭക്ഷണം കൊണ്ടുവരുന്ന ആൾക്കാർ ചർച്ചസ് കൊണ്ടുവരാറുണ്ട്, ഓർഗനൈസേഷൻസ് കൊണ്ടുവരാറുണ്ട്, ഫാമിലീസ് കൊണ്ടുവരാറുണ്ട്, പിന്നെ വ്യക്തികൾ കൊണ്ടുവരാറുണ്ട്. അവർ കൊണ്ടുവരുമ്പോൾ ഈ കൊണ്ടുവരുന്ന ആളുകളുടെ ധനമല്ല, അവരുടെ മനസ്സാണ്. വീട്ടുജോലി ചെയ്യുന്ന ഒരു സ്ത്രീ എല്ലാ മാസവും 30 പാക്കറ്റ് ഭക്ഷണം ഇവിടെ കൊണ്ടുവരും അല്ലേ? ഉള്ളവനൊന്നും ചെയ്യാറില്ല. ഇന്നൊരാൾ കുഞ്ഞിന് സുഖമില്ല, അച്ഛൻ പ്രാർത്ഥിക്കണം, 500 രൂപ എൻ്റെ കൂടെയുള്ള അച്ഛൻ്റെ കൊടുത്തയച്ചു, ഭക്ഷണം കൊടുക്കണം. സുഖമായി പോയ പല ആളുകളും ഇങ്ങനെ ചെറിയ സംഭാവനകൾ തരും, അങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാം പോയില്ല, ഇപ്പോഴുണ്ട്, മനുഷ്യരുണ്ട്. എവിടെയോ ഒരു പിന്നാമെങ്കിലും നുറുങ്ങോട്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അതാണൊരു ശരിക്കൊരു എനർജി. ലൈഫ്, ഈ ലോകം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ? അങ്ങനെ കുറേ ആളുകൾ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം എങ്ങനെ ആയിരിക്കുമായിരുന്നു? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊറോണ കാലഘട്ടം എന്ന് പറയുന്നത്. കൊറോണ മാത്രമല്ല, എല്ലാ ദുരന്തങ്ങളിലും. മനുഷ്യരൊന്നിച്ചിട്ട് വെള്ളപ്പൊക്കമായപ്പോഴത്തെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വള്ളമായിട്ട് പോയില്ല ആൾക്കാർ, ഉണ്ട്. പക്ഷെ അവരെ സാധാരണ ആളുകൾ കാണാറില്ല, അറിയാറില്ല. അവരിങ്ങനെ എവിടെയോ ഉണ്ട്. എല്ലാവരെയും ഹെൽപ്പ് ചെയ്ത് ഒളിഞ്ഞ് നടക്കും. ഇത് വലങ്കൈ ചെയ്യുന്ന ഇടങ്കൈ അറിയരുത് എന്ന് പറഞ്ഞ് ജീവിക്കുന്നു ഒത്തിരി പേര്. വയസ്സായ അച്ഛാ പേര് പറയരുത്, കൊടുത്തോണം, പക്ഷെ അച്ഛൻ ഞങ്ങളുടെ പേര് പറയരുത്. ആൾക്കാരിപ്പോൾ ചാരിറ്റിയെ വിറ്റ് ബിസിനസ് ആക്കാൻ നോക്കുന്ന. ചാരിറ്റി അത് ബിസിനസ് അല്ല, അതൊരു ഷോയാണിപ്പോൾ. ഷോ കാണിച്ചിട്ട് അതിൽ കൂടെ അംഗീകാരം വാങ്ങുക, സ്ഥാനമാനങ്ങളിലേക്ക് വരിക. അത് എല്ലായിടത്തും, സഭയിൽ അത് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോൾ. ഇത് ഒരു നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയാണ് ഈ സമ്മാനം കൊടുക്കുന്നത്. അപ്പം ഞാൻ പള്ളിയിൽ ഇരുന്നപ്പോൾ നേരത്തെ ഞാനത് നിർത്തി. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ക്രിസ്മസിൻ്റെ ദിവസം ആരാധന തിങ്ങി നിറഞ്ഞ ആൾക്കാരിരിക്കുമ്പോൾ അവരുടെ പേര് വിളിക്കും, അവർ മുമ്പോട്ട് വന്ന് വാങ്ങുന്നു. അതെന്തോ വലിയ ഗംഭീരമായ കാര്യം ചെയ്തതല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കരുത്. ഒന്നുകിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ആരാധന അല്ലാത്തൊരു സമയം തലേ ദിവസം അല്ലെങ്കിൽ തലേ ആഴ്ച വിളിച്ച് അവർക്ക് സമ്മാനം കൊടുക്കണം, മതി. അങ്ങനെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ആൾക്കാർ. എല്ലാ സമൂഹങ്ങളിലുണ്ട്, എല്ലാ മതങ്ങളിലുണ്ട്, എല്ലാ രാജ്യങ്ങളിലുണ്ട്. എല്ലാ മതങ്ങളിലും കോമൺ ആയിട്ടുള്ള ഒരു നല്ല കാര്യം പറയാമോ? എല്ലാ മതങ്ങളിലും മനുഷ്യരുണ്ട്, നല്ല മനുഷ്യരുണ്ട്, അതന്നെ കോമൺ. വാട്ട് ഈസ് ഫെയ്ത്ത് അക്കോർഡിംഗ് ടു യു? ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. അതിനകത്ത് ഒരു എനർജി എനിക്ക് കിട്ടും. അതാണ് എന്നെ സംബന്ധിച്ച് ഫെയ്ത്ത്.
അതെൻ്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യും, എൻ്റെ ജീവിതത്തിന് സന്തോഷം പകരും, എൻ്റെ ജീവിതത്തിന് വേണ്ടതെല്ലാം ആ ട്രസ്റ്റിലുണ്ട്. അതാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്. അപ്പോൾ ഫെയ്ത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എന്നെ നയിക്കുന്ന ആ ഒരു ട്രസ്റ്റ്. വേ ഫോർവേഡ്. എല്ലാം എന്ത് വന്നാലും അതിനെ അതിജീവിക്കാനൊരു ഒരു എനർജി, ട്രസ്റ്റ്, അതാണ് ഫെയ്ത്ത്. ഓക്കെ, ക്രിസ്മസ് ദിനത്തിൽ ഒരു സന്ദേശം എല്ലാവരോടും അച്ഛൻ എന്തായിരിക്കും പറയാനുള്ളത്? ദൈവം മനുഷ്യനായതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ, ദൈവം എവിടെ ഇരിക്കുന്നത്? പറയുന്ന സ്വർഗത്തിലെന്നാണ്. എവിടെയോ ഉന്നതങ്ങളിൽ. ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം മുഴുവൻ അടിച്ച് തകർത്തതാണ് ക്രിസ്മസ്. ഇവിടെ പശുത്തൊട്ടിയിൽ കിടക്കുന്നൊരു ശിശു, അപ്പോൾ നേരെ മുകളിൽ നേരെ താഴേക്ക് വന്നതാണ് ക്രിസ്മസ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എല്ലാവർക്കും അങ്ങോട്ട് പോകാം. അപ്രോച്ചബിലിറ്റി ടുവേർഡ്സ് ഗാഡ്. അത് എല്ലാവർക്കും പറയാൻ കഴിയും, ഇത് എൻ്റെ ദൈവം, ഞങ്ങളുടെ ദൈവം എന്ന് പറയാൻ മനുഷ്യർക്ക് അവസരം നൽകിയതാണ് ക്രിസ്മസ്. അതെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും അത് മതി. കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഒരുപാട് ഡിവോഴ്സ് റേറ്റ് അങ്ങ് കൂടി വരിക. അപ്പോൾ ഇത് ആക്ച്വലി എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് അച്ഛന് തോന്നുന്നത്? ചില കേസസിൽ ഞാൻ കാണുന്നുണ്ട്, വളരെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം, എനിക്കിത് വേണ്ട, എനിക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് മനുഷ്യർ നോ പറഞ്ഞ് പിരിയണം എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനെ ബിബ്ലിക്കലി എന്തെങ്കിലുമൊക്കെ ഒരു പിഴവുകളോ കുറവുകളോ കൊണ്ട് വരുന്നതായിട്ട് അച്ഛന് തോന്നിയിട്ടുണ്ടോ? ആ ഒരു ബിബ്ലിക്കൽ ആസ്പെക്റ്റ് നോക്കുവാണെങ്കിൽ. രണ്ട് കാര്യം. ഒന്ന്, ഈ ഒരു കുടുംബ ബന്ധങ്ങൾ പിരിയുന്നത് മാത്രമല്ല, ബന്ധങ്ങളും അകലുന്നതിന് ഒരു പ്രധാന കാരണം ടോളറൻസ് കുറയുന്നതാണ്. മുമ്പ് എൻ്റെ വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ ജീവിച്ചതുപോലെ ഇന്ന് ജീവിക്കണം എന്ന് ഞാൻ പറയില്ല. എൻ്റെ ഒരു വല്യമ്മച്ചി കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ 16 വർഷം ഈ ഭർത്താവ് മുഴുക്കുടിയനായിരുന്നു. ഈ അമ്മ ഭയങ്കര ഭക്തയായ സ്ത്രീയാണ്. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു, ക്ഷമിക്കണം. തീർന്നു, കഴിഞ്ഞു. ഇന്നാണെങ്കിൽ അടുത്ത മാസം അടിച്ചു പിരിയും. ഒരു ആദ്യത്തെ മാസം, ഒരു മാസം പോലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു കാരണമാണ്. പിന്നെ ഒരു മൂല്യങ്ങൾ, കുടുംബത്തെക്കുറിച്ച് ഒരു വലിയ സനാതനമായ ചില മൂല്യങ്ങളുണ്ട്. അപ്പോൾ തെറ്റ് സംഭവിച്ചാലും അല്ലെങ്കിൽ ഒരു പരിമിതി ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ബന്ധത്തിൻ്റെ ഒരു തീക്ഷ്ണതയും തീവ്രതയും അതൊരുപാട് കുറഞ്ഞു പോയി. എനിക്ക് അത് സ്വാർത്ഥത എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം, അതിനപ്പുറത്ത് ഫ്രീഡം ഓഫ് ദി അതർ. എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാമെന്ന് കൽപ്പനയെ പറയുന്നത് ബഹുമാനിക്കുക എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബഹുമാനിക്കുക എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമസ്കാരം പറയുന്നതല്ല. ഓക്കെ, ആ ഒരു സംവിധാനം, ആ സംവിധാനം, അതിൻ്റെ ഒരു ബ്യൂട്ടി നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, മൊബൈൽ, അത് മതി. അപ്പൻ വേണ്ട, അമ്മ വേണ്ട, സഹോദരങ്ങൾ വേണ്ട, കൂട്ടുകാർ വേണ്ട, എല്ലാം ഈ മൊബൈലിലുണ്ടല്ലോ. അപ്പം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചറിയാം. ഇപ്പം ഞാൻ പോലും ഈ മൊബൈൽ ചിലപ്പോൾ നടക്കുമ്പോൾ കൊണ്ട് നോക്കി നടക്കാം. എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നോ, ആരെങ്കിലും ഭക്ഷണത്തിന് പൈസ അയച്ചോ, ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കും. അതൊരു കൾച്ചറായിപ്പോയി. അപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒരുപാട് അകന്നുപോയി. അടുത്തടുത്തില്ലാതിരിക്കുമ്പോൾ റിലേഷൻഷിപ്സ് ഏറ്റവും അധികം ദൃഢമാക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇത്തരം ഡെവലപ്മെന്റ്. അത് നമ്മുടെ വ്യാഖ്യാനമല്ലേ? നമ്മൾ അടുത്ത ആളില്ലെങ്കിൽ നമ്മളൊന്ന് വിളിക്കാൻ, അടുത്തിരിക്കുന്ന ആളെ എന്തുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവരോട് എത്രമാത്രം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഈ കൗൺസിലിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ഫാമിലീസിൻ്റെ പ്രശ്നം അതെന്നറിയാമോ? ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരുമിച്ചിരിക്കുന്നില്ല, പ്രശ്നങ്ങൾ പറയുന്നില്ല, പ്രശ്നങ്ങൾ വേറെ ആരോട് പറയുന്നു, അവിടുന്ന് ഉത്തരം കിട്ടുന്നു. ഇപ്പൊ പിന്നെ പുതിയ ആളും കൂടെ വന്നിട്ടുണ്ടല്ലോ, ചാറ്റ്.
അതുകൂടെ വന്നപ്പോൾ പുള്ളിക്കാരൻ പറയും എന്ത് ചെയ്യണം, സി ഐ ഹാവ് എ പ്രോബ്ലം ചോദിക്കുന്നു, പുള്ളി മറുപടി പറയുന്നു, ആ കൊള്ളാം, പൈസ കൊടുക്കാത്ത തെറപ്പിസ്റ്റ് ഫ്രീ ആയിട്ട് സൈക്കോതെറാപ്പി അവിടെ നടക്കും അല്ലേ. അങ്ങനെ അതിനൊരുപാട് എന്താ പറയുക, ഒരു ചേഞ്ച് ഓഫ് ലൈഫ് സ്റ്റൈൽ കുടുംബജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് കുടുംബജീവിതം മാത്രമല്ല, പൊതുവെ ലൈഫ് സ്റ്റൈലിന് ഈ കുടുംബജീവിതം അതിൻ്റെ ഒരു ഭാഗമായി വ്യത്യാസങ്ങൾ വന്നു എന്നാണ് എനിക്ക് സ്വാർത്ഥതയാണ് പ്രധാന പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. ടോളറൻസ് എന്നൊരു വാക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സ്വാർത്ഥതയുടെ ഒരു കൗൺസിലിംഗ് ഒരുപാട് ഫാമിലീസിൽ അതാണ്. ഇപ്പോൾ രസകരമായ വേറൊരു കാര്യമുണ്ട്. അതായത് മുമ്പ് ഈ ഫാമിലി പ്രശ്നമായിട്ട് വരുമ്പോൾ പുരുഷന്മാർ പറയും ഇനി ഒരുമിച്ച് പോണ്ട, നമുക്ക് പിരിയാം. പക്ഷേ ഇപ്പോൾ തിരിച്ചാണ് പറയുന്നത്, സ്ത്രീകളാണ് പറയുന്നത് ഇനി ഇയാളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ വയ്യ. തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല, ആ ചേഞ്ച് ഉണ്ടായി, മനസ്സിലായോ? അത് സ്ത്രീയുടെ ഒരു സ്വത്വബോധവും ഒരു സ്വാതന്ത്ര്യവും ആ ഒരു ഒക്കെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. പക്ഷേ ഇത് രണ്ടും കൂടെ ആയപ്പോഴേക്കും ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് പിരിയാം. ഈ പറഞ്ഞ പോലെ കുഞ്ഞു കാര്യങ്ങൾ പോലും, വളരെ ചെറിയ കാര്യങ്ങൾ പോലും, ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്ന ചില ഫാമിലി പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഗുരുതരമായ പ്രശ്നങ്ങളാണ്. പക്ഷേ ദേ ഹാവ് ലേൺ ടു ലിവ് ടുഗെദർ. ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായി, മനസ്സ് തുറന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ നിസ്സാര പ്രശ്നങ്ങൾ വന്നിട്ട് പിരിയണം എന്ന് പറഞ്ഞിട്ട് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടോ? കേട്ടാൽ വളരെയധികം തമാശ. നിസ്സാരം എന്ന് പറഞ്ഞാൽ സാധാരണ നിസ്സാര പ്രശ്നങ്ങൾ അധികം കാണാറില്ല. പക്ഷെ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ അവർ അകന്നു നിൽക്കുന്നവരുണ്ട്. അവർക്ക് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു വീട്ടിനകത്താണ് താമസം, ബട്ട് ദർ ഇസ് നോ റിലേഷൻഷിപ്പ്. പരസ്പരം കാണുക, അറിയുക, സംസാരിക്കുക, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഓരോ തുരുത്തുകളായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ എന്താ പറയാൻ, വസ്ത്രത്തിൻ്റെ പേരിൽ ഈ ഇടയ്ക്ക് പെൺകുട്ടിക്ക് ചുരിദാർ ഇടണം, ഭർത്താവിന് സാരി കൊടുക്കണം. ഇപ്പോൾ ഇത് ഒരു 6 മാസം മുമ്പേ വന്നത്. തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും ഇടണം എന്നാണോ? ഒരു ദിവസം ഒരു ഫംഗ്ഷൻ പുറത്ത് വന്നാൽ നീ സാരി ഉടുക്കാവും, അത് പുരുഷൻ്റെ നിർബന്ധം. പെൺകുട്ടി പറയുന്നത് എനിക്ക് ചുരിദാറാണ് ഇഷ്ടം. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വാതന്ത്ര്യം കൊടുക്കായികയില്ലേ അവിടെ? അതെ, മനസ്സിലായോ? ഇത് നിസ്സാര പ്രശ്നമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ചെറിയ കാര്യത്തിൽ അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നീ ചുരിദാർ ഇട്ടോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ആ ഒരു മനസ്സ് അയാൾക്കുമില്ല. സാരിയാണോ? ആ ശരി, ആ സാരി എടുത്തോളാം. 2 ദിവസം സാരി കൊടുക്കുമ്പോൾ അയാൾ തന്നെ ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും, എന്നാൽ പിന്നെ ഈ ചുരിദാർ ഇട്ടോ. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് കുറഞ്ഞു പോയി. ജീസസിന്റെ ആ ഒരു ബർത്ത് അല്ലെങ്കിൽ ക്രിസ്മസ് യഥാർത്ഥത്തിൽ നൽകുന്ന ഒരു സന്ദേശം ഉണ്ടല്ലോ, അത് ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം അതിനൊരു വിടവ് വന്നിട്ടുണ്ട്? ഇപ്പോഴത്തെ ആധുനിക വളർച്ച, നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈൽ, ജീവിതം, ഇതെല്ലാം യഥാർത്ഥത്തിൽ ആ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കൊക്കെ സാധിക്കുന്നുണ്ട്. എന്താണ് ആ സന്ദേശം? ക്രിസ്മസിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ ഒരു പശുത്തൊട്ടി, അവിടുത്തെ ഒരു കുഞ്ഞു ശിശു, ഈ കീറിപ്പോയ വസ്ത്രമാണത്, നല്ല വസ്ത്രം പോലും ആയിരുന്നില്ല അങ്ങനെ പൊതിഞ്ഞ് കിടത്തിയൊരു ശിശു, പ്രസവത്തിനൊരു ഒരു സ്ഥലം പോലും ഇല്ലാതെ. യേശു എവിടെ ജനിച്ചെന്നുള്ളത് ആർക്കും അറിഞ്ഞൂടാ, അറിയാമല്ലോ. അതറിയാമോ? യേശു എവിടെ ജനിച്ചു? ജെറുസലേമിൽ, ബെത്ലഹേമിൽ. എവിടെ ജനിച്ചു? അല്ല, അത് നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു സ്റ്റോറിയാണ്. സംവെയർ ഇൻ ദ വിൽഡർനെസ്. അതായത് സത്രത്തിൽ അവർക്ക് ഇടം ഇല്ലായകയാൽ അവർ പശുത്തൊട്ടിയിൽ കിടത്തി, അല്ലേ? സത്രങ്ങൾ, വീടുകൾ ഒക്കെ അന്വേഷിച്ച് പോയി, അവിടെ ഒന്നും സ്ഥലം കിട്ടിയില്ല. അപ്പം ജനിച്ച് കിടത്തി, എവിടെയോ ജനിച്ചു. അതാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ലാളിത്യത്തിൻ്റെ എന്താ പറയാൻ ഏറ്റവും ഒരു ബേസ്, വളരെ ലളിതമായൊരു ജീവിതമാണത് ക്രിസ്മസ്. ഇപ്പം നേരെ തിരിച്ചാണ്. ക്രിസ്മസ് ആഘോഷം തന്നെ ഈ അടിച്ചു പൊളിച്ചെന്നുള്ളതല്ല. ഈ തമാശ എന്താ വെച്ചാൽ, ഈ ഇടയ്ക്കൊരു പള്ളിയിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കി. 4 ലക്ഷം രൂപയാണ് പുൽക്കൂടിൻ്റെ ചെലവ്. 4 ലക്ഷം രൂപ. ക്യാൻ യു ബിലീവ് ഇറ്റ്? യഥാർത്ഥ ചെലവാണോ? അതിൻ്റെ യഥാർത്ഥ ചെലവ്.
പുൽക്കൂടിന് വേണ്ടി ചിലവാക്കിയ 4 ലക്ഷം രൂപ. ഷിറ്റപ്പൊട്ടി. അപ്പോൾ ക്രിസ്തു എവിടെ? ആ പശുത്തൊട്ടി എവിടെ? നമ്മുടെ ആഘോഷങ്ങൾ എവിടെ നിൽക്കുന്നു? അല്ലേ? ഒരുപാട് മാറിപ്പോയി. ഇപ്പം ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒക്കെ ഈ ചെറിയ പള്ളിയിൽ ഒരു നക്ഷത്രം, അത് ഈ വൈദ്യുത അലങ്കാരം പോലും വളരെ മിനിമമായിരിക്കും. എല്ലാവരും കൂടെ പള്ളിയിൽ വരുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു. പിന്നെ ഏറ്റവും വലിയ ആർഭാടം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് വീട്ടിലുള്ള പൂവൻ കോഴിയെ കൊല്ലും. അന്നേ ഉള്ളൂ, ആ ക്രിസ്മസിൻ്റെ ദിവസമേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഫാദർ ഒരു അച്ഛനായിരുന്നു, റെവറൻഡ് ഡോക്ടർ ജി റോബിൻസൺ. വളരെ പ്രസിദ്ധനായ ആളായിരുന്നു, നല്ല കൗൺസിലറായിരുന്നു. അമ്മ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, അവിടുത്തെ ഹെഡ് മിസ്സസ് ആയിരുന്നു. പക്ഷേ സ്റ്റിൽ ക്രിസ്മസിനെ ഞങ്ങൾ കോഴിയെ മുറിക്കും. അതാണ് ആർഭാടം അന്നത്തെ. ഇപ്പം എല്ലാ ദിവസവും കോഴിയാകാം, അതല്ല. പക്ഷേ ആ കോൺസെപ്റ്റ് അങ്ങ് മാറിപ്പോയി. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന, ഏറ്റവും കൂടുതൽ മദ്യം ചിലവാകുന്ന ഒരു സമയമായി മാറി. അത് ഇപ്പോൾ ഞാൻ പറയും ക്രിസ്മസിൻ്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ ലാളിത്യം. അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ. അതൊന്നും ഇല്ലെങ്കിലും ഐ എം ഹാപ്പി, ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഐ എം ഡൂയിങ് വിത്ത് മൈ ലൈഫ്. അത് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ക്രിസ്മസ് ആയി എന്ന് ഞാൻ പറയും. കർത്താവ് താഴെ ഒരു 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 ബെത്ലഹേമിൽ ഒരു പശുത്തൊട്ടി കിടക്കാമെങ്കിൽ ഒരുപാട് മാറിപ്പോയി. അങ്ങനെ ഒന്ന് ചിന്തിക്കാനെങ്കിലും കഴിഞ്ഞാൽ ക്രിസ്മസ് പ്രസക്തമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് ചിന്തകൾ, അറിവുകൾ, എൻ്റെയും നിങ്ങളുടെയും ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഈ ഒരു ചെറിയ സെഷനിലൂടെ ഫാദറിന് ഞങ്ങൾക്ക് നൽകാനായിട്ട് സാധിച്ചു. ഇറ്റ് വാസ് വെരി ഇൻസൈറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ലവ്ലി ടോക്കിംഗ് വിത്ത് യു ഫാദർ. എല്ലാവർക്കും അനുഗ്രഹമുള്ളൊരു ക്രിസ്മസ്, നന്മ നിറഞ്ഞ പുതിയ വർഷം ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. താങ്ക് യു. മണ്ണിലെ പുൽകിയ സുദിനം, മണ്ണും പെണ്ണും മാലോകരെല്ലാം മനമോടെ പാടുന്ന സുദിനം. ലോകാദിനാഥൻ താഴിന്റെ അധിപൻ മണ്ണിലെ പുൽകിയ സുദിനം. ഹല്ലേലൂയ പാടാം, വാഴ്ത്താം എന്നീ ദിനം. ലോകത്തിൻ ശാന്തിയായി നാഥൻ പിറന്നു. ശാന്തരാത്രി, സുന്ദരരാത്രി, നാഥന്റെ സമ്മാനമായ രാത്രി.
ഞാൻ ഡോക്ടർ ബെനറ്റ് എബ്രഹാം, ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ CSI മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ആൻഡ് ഇറ്റ്സ് അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡയറക്ടറായി ഈ നാളുകളിൽ ഈ ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്നു. ഞാനിവിടെ ജോയിൻ ചെയ്തത് 1986 ഒക്ടോബർ 16 വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം എടുത്ത ശേഷമാണ്. ഈ മിഷൻ ഹോസ്പിറ്റലിൽ എൻ്റെ തുടക്കം, എൻ്റെ കരിയർ തുടങ്ങുന്നത് ഇവിടെയാണ്. ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇതിനു മുൻപ് 39 ക്രിസ്മസ് ആഘോഷങ്ങൾ ഈ ക്യാമ്പസിൽ നടന്നു. ഓർമ്മയിൽ വരുന്നത് 1986-87 കാലഘട്ടങ്ങളിൽ ചെറിയ രീതിയിലുള്ളൊരു മിഷൻ ആശുപത്രിയിൽ ആയിരുന്നു. വെറും ഏകദേശം ഒരു ദിവസം 10-20 പേഷ്യൻസ് മാത്രം വന്നുകൊണ്ടിരുന്ന സ്ഥാപനം. ക്രമേണ അത് വളർന്നു. അന്ന് അതുപോലെ തന്നെ ജീവനക്കാരുടെ എണ്ണവും കുറവായിരുന്നു. ഒത്തൊരുമയോടുകൂടി സ്റ്റാഫും എല്ലാവരും കൂടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി സ്ഥാപനം വളർന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന് പറയുന്നത് ഐക്യതയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു കൂടിവരവാണ് ഈ ക്രിസ്മസ് കാലഘട്ടം. സ്ഥാപനത്തിൽ അക്രൈസ്തവരുണ്ട്, ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യാനികളും. ഇതിൽ ഭൂരിഭാഗം പേരും CSI സഭയിൽപ്പെട്ട ജനങ്ങളാണ്. ക്രിസ്മസ് മെസ്സേജ് തരാൻ ഞാൻ ആളല്ല എന്നെനിക്ക് അറിയാം, എങ്കിലും ഞാൻ പറയും, ഞങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ ജനനമാണ് ക്രിസ്മസായി ആഘോഷിക്കുന്നത്. ദൈവം മനുഷ്യനായി ജനിക്കുന്നു. ലോകത്തിലെ ജനങ്ങളെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യതയുടെയും കൂടെ ഒത്തൊരുമയോടുകൂടി വരുന്ന ഈ അവസരം സന്തോഷത്തോടുകൂടി ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നു. ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ പാടുന്നു. ഭവനങ്ങളും സഭകളും നന്നായി അലങ്കരിക്കപ്പെടുന്നു. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു അവസരമായിട്ടാണ് ഇത് കാണുന്നത്. ഈ ക്യാമ്പസിൽ ഇന്ന് ഏകദേശം 2000 വിദ്യാർത്ഥികളും 2000 ജീവനക്കാരും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രവർത്തിക്കുമ്പോൾ അവരും ഈ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഈ കാലഘട്ടത്തിൽ സന്തോഷത്തോടുകൂടി കരോൾ സർവീസുകളും ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള നല്ല ഭക്ഷണങ്ങളും വളരെയധികം സന്തോഷത്തോട് കൂടി തന്നെ അവരുടെ ചെറിയ രീതിയിലുള്ള കായിക കലാ മത്സരങ്ങൾ എല്ലാം നടത്തി സന്തോഷത്തോടു കൂടി കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ്. ഈ അവസരത്തിൽ എന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഐ വിഷ് ദം എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. 2026 പുതു ആണ്ട് എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ആശ്വാസവും സമാധാനവും പകരുന്ന സന്തോഷത്തിൻ്റെ ഒരു വർഷമായി തീരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. സംഗീതം, മണ്ണിതിൽ സന്തോഷം, സ്വർഗം തുറന്നു സുവിശേഷവുമായി ഗ്ലോറിയ. In excelsis Deo, Gloria, Gloria. വാനിൽ സംഗീതം, മണ്ണിതിൽ സന്തോഷം, സ്വർഗം തുറന്നു സുവിശേഷവുമായി ഗ്ലോറിയ. In excelsis Deo, Gloria, Gloria.
സർവചരാചരവും സകല ജനാവലിയും മോക്ഷം പുൽകുവാൻ നാദം വന്നിതാ. ബന്ധിതരാം ജനം പീഡിതരായവർ പാപികളേവരും ശാന്തി നുകർന്നിടും ഭവ്യ സന്ദേശമിതാ തന്നു. സന്തോഷം സ്വർഗം തുറന്നു സുവിശേഷവുമായി ഗ്ലോറിയ ഇൻ എക്സെൽസിസ് ദേയോ ഗ്ലോറിയ ഗ്ലോറിയ. സർവരും കാത്തിരുന്ന ദൈവസുതൻ മിശിഹ മോചനമേകുവാൻ പാരിൽ വാസമായി ദൈവസമാനതയും സ്വർഗമഹാപ്രഭയും കൈവെടിഞ്ഞീ മഹിയിൽ എളിമ നിറഞ്ഞവനായി മധ്യസ്വരൂപവുമായി വന്നു. സംഗീതം മണ്ണിതിൽ സന്തോഷം സ്വർഗം തുറന്നു സുവിശേഷവുമായി